വിശ്വസിക്കാൻ വേണ്ടി മാത്രമല്ല, അവനോടൊത്ത് സഹിക്കാൻ കൂടി വേണ്ടിയുള്ള വരമാണ്, അനുഗ്രഹമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. ഓരോ വിശ്വാസിക്കും നൽകിയിരിക്കുന്നത്. യേശുവിനോട് കൂടെയും യേശുവിൽ വിശ്വസിക്കാൻ വേണ്ടി മാത്രമല്ല, ഫിലിപ്പിയർ ലേഖനത്തിൽ 1:29, ഫിലിപ്പിയർ 1:29, യേശുവിൽ വിശ്വസിക്കാൻ വേണ്ടി മാത്രമല്ല, അവനോടൊപ്പം സഹിക്കാൻ കൂടിയുള്ളവർ. Praise the Lord. ഇപ്പോൾ ഇത് ഇനിയുള്ള ദിവസങ്ങളിൽ ഇപ്പോൾ നമ്മളിപ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെ സമർപ്പിച്ചു, ഇനി അത് വീണ്ടും വീണ്ടും സമർപ്പിക്കാം. അതാണ് ഇതിൻ്റെ ഒരു ഗുണം. ചിലപ്പോൾ ഒരു പ്രാവശ്യം സമർപ്പിച്ചതുകൊണ്ട് നമുക്കൊരാശ്വാസം കിട്ടിയില്ല. അതിൻ്റെ അർത്ഥം ആ വേദന പല പ്രാവശ്യം സമർപ്പിച്ച് യേശുവിനെ ആശ്വസിപ്പിക്കാം. ചിലവരുടെ ജീവിതത്തിൽ ഇത് പെർമനൻ്റാണ്. അതിൻ്റെ അർത്ഥം ഇപ്പം ലൂയിസ പിക്കുറേറ്റേനെ വിളിച്ച പോലെ, അതുപോലെ നിരവധി വിശുദ്ധന്മാരെ, എല്ലാവർക്കും പഞ്ചക്ഷതങ്ങൾ ഇങ്ങനെ പുറത്ത് കാണില്ല. പക്ഷേ നമ്മൾക്ക് എല്ലാവർക്കും പഞ്ചക്ഷതങ്ങളുണ്ട്. അതെല്ലാം അകത്താണ്. പഞ്ചക്ഷതം എല്ലാവർക്കും ഉണ്ട്. ഇത് ഇപ്പം തന്നെ ഇവിടെ പലർക്കും വേദനിക്കുന്നുണ്ടാകാം, കാലിലും കയ്യിലും തലയിലും ഒക്കെ. കുറച്ച് സമയം ഈശോയുടെ പീഠാനുഭവത്തെ കുറിച്ച് ധ്യാനിച്ച് ആ പീഠാനുഭവമായിട്ട് ലയിച്ചിരിക്കുകയാണെങ്കിൽ നമുക്കെല്ലാം ഈശോ അനുഭവിച്ച വേദനകൾ അനുഭവിക്കാൻ പറ്റും. അപ്പോഴാണ് ശരിക്കും ഈശോ നമ്മൾ ജീവിക്കുന്നു എന്ന് മനസ്സിലാവേണ്ടത്. അപ്പോൾ വേദനയിലാണ് ഈശോയുടെ ജീവൻ്റെ കൂടുതൽ അനുഭവം ഉണ്ടാകുന്നത്. വേദനിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഈശോ അനുഭവമായി. അത് ഷുവറാണ്. പിശാച് അങ്ങനെ വേദന തരില്ല. പിശാച് സന്തോഷം തരും, ലക്ഷറി തരും, ഐസ്ക്രീം മേടിച്ച് തരും. എന്നാൽ കർത്താവ് കയ്പ് നീര് മേടിച്ച് തരും. ഇത്ര വ്യത്യാസമുള്ളൂ. പക്ഷേ കയ്പ് നീര് കുടിക്കുമ്പോൾ നമുക്ക് ഐസ്ക്രീം തരുന്നമാതിരി മധുരം ഉണ്ടാവണം. സമാധാനമായോ? ഹലോ, ഇപ്പോഴും വേദനയിലാണോ? ഓക്കെ. അപ്പോൾ ഈ ചാപ്റ്റർ ഇനി നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതനുസരിച്ച് അടുത്ത ചാപ്റ്ററിലേക്ക് പ്രവേശിക്കാം.